നിങ്ങൾ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുകയും റീഡ് അഗെയിൻ ശ്രുതികടെ നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ, നോട്ട് ബൈ ഫെയ്ത്ത് അല്ല, ബൈ ഫിഡലിറ്റി, വിശ്വസ്തയോടെ പാലിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ള ഉടമ്പടിയും കരുണയും നിങ്ങളോടും പുലർത്തും. അപ്പൊ ദൈവം രണ്ട് കാര്യങ്ങളാണ്. ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ തരുന്ന വാഗ്ദാനത്തിന് നമ്മൾ അതനുസരിച്ചിട്ട് നിബന്ധനകൾ പാലിച്ചു പോകുന്ന ഒരു മെറിറ്റുണ്ട്. പക്ഷേ ഈ മെറിറ്റിൽ തന്നെ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഉടമ്പടിയും കരുണയും എന്ന് പറയണത്. മനസ്സിലായില്ലേ? ഉടമ്പടി എടുക്കുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ബോണസായിട്ട് ദൈവം കരുണ കൂടി തരണമെങ്കിൽ നിങ്ങൾ ഉടമ്പടി വിശ്വസ്തയോടെ ചെയ്യണം. സബ്സിഡിയാണത്. ഗ്രാൻഡ് ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുമ്പോൾ ഗ്രാൻറ്റും സബ്സിഡിയും കൊടുക്കും. ഗ്രാൻഡ് എന്ന് പറയുന്നത് നമുക്ക് പരിശോധന കൊടുത്ത് തീർക്കേണ്ട കാര്യമാണ്, അതതിൻ്റെ മെറിറ്റാണ്. സബ്സിഡി നമ്മൾ റീഫണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ കരുണയില്ലാതെ ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യുമ്പോഴാണ് ദൈവം സബ്സിഡി ആയിട്ട് കരുണ തരണത്. അങ്ങനെ കരുണ തന്നു കഴിഞ്ഞാൽ നമ്മുടെ മെറിറ്റിലല്ല പിന്നെ വർക്ക് ചെയ്യണത്, നമ്മൾ വാ പൊളിച്ചു പോകും. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ജ്യോതിസ് മരിയ തൃശ്ശൂര്. ജ്യോതിസ് മരിയയുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഇങ്ങനെ കുറേ നാളത്തേക്ക് ജോലിയുടെ പ്രൊഫഷണൽ ഗ്യാപ്പും അവനെ പഠിച്ചിട്ട് IELTS പ്രവാസി എഴുതിയിട്ട് എനിക്കൊണ്ട് 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് തോന്നണേ. എഴുതിയിട്ട് ശരിയാകണില്ല, ഒന്നും കിട്ടണില്ല. അപ്പോൾ അവളിവിടെ വന്ന ശേഷം ഉടമ്പടി ചെയ്തപ്പോഴും അവൾക്കൊരു ധൈര്യമായി. എന്താ ധൈര്യം? അമ്മ ഈ പ്രാവശ്യം IELTS എന്നെ ജയിപ്പിക്കും, ഒക്കെ വിശ്വാസമായി. പക്ഷെ പാവപ്പെട്ടവൾ തോറ്റുപോയി. അതാ ഞാൻ പറയാം, അതായത് തോറ്റുപോയെങ്കിലും ആ ഉടമ്പടിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്തില്ല. ചില ആൾക്കാർ തോറ്റാൽ പിറ്റേ ദിവസം പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലത്തിലില്ല. പക്ഷേ ഇവളെങ്ങനെയാണ് പ്രത്യക്ഷ പ്രാർത്ഥനയിലൂടെയാണ് വന്നത്. കാര്യം പാർട്ടിക്ക് ഇടിമിന്നൽ ഭയങ്കര പേടിയാണ്. പല ആൾക്കാരും പണ്ട് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷേ ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ മനസ്സിൽ തോന്നിയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് ഇവളെന്താ വെച്ചാൽ ഒരു ദിവസം ഭർത്താവില്ല, 2 കുഞ്ഞുങ്ങളെ ഇവളുമായിട്ടിരിക്കുന്ന സമയത്ത് ഇടിയുമിട്ട് മഴ പെയ്ത്. ഇവൾക്ക് ഇടിമിന്നൽ ഭയങ്കര പേടിയാണ്. ഉടനെ ഇവൾ പ്രത്യക്ഷയുടെ പ്രാർത്ഥന എടുത്തിട്ട് പ്രത്യക്ഷനെ പ്രാർത്ഥനയിട്ട് പറഞ്ഞു, മാതാവിൻ്റെ മധ്യസ്ഥയെ പ്രാർത്ഥിക്കുന്നു, ഇടിമിന്നൽ ഇപ്പം നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇടിമിന്നൽ മഴയിൽ നിന്ന് അപ്പോൾ അവൾക്ക് മനസ്സിലായി അമ്മ ഇടപെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോയി ഉടമ്പടി എടുക്കാമെന്ന്. ഉടമ്പടി എടുക്കാമെന്നപ്പോൾ എന്നാ പറ്റിയത്? ഉടമ്പടി എടുത്തിട്ട് IELTS തോറ്റു. എൻ്റെ മക്കൾ, നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ അതിൻ്റെ അർത്ഥം ദൈവം ആ വാതിലൂടെ അല്ല നിങ്ങൾക്ക് അനുഗ്രഹം തരാൻ പോണത്. പിറ്റേ ദിവസം ഒരു സംഭവം ഉണ്ടായി. ഇവിടെ IELTS തോറ്റ ദിവസം ഇവളെ ന്യൂസിലൻഡിൽ നിന്ന് ഇവളുടെ ഒരു റിലേറ്റീവ് വിളിച്ചിട്ട് പറഞ്ഞു, ഗ്രേസ്, അതായത് ഇവിടെ പുതിയ നിയമം ഇന്നലെ ഉണ്ടായിട്ടുണ്ട്, ക്രൈസിസ് വിസ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ക്രൈസിസ് വിസ അത് പുതിയൊരു സംരംഭമാണ്. അപ്പം നീ എത്രയും ആപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ ഒരു ഏജൻറ്റും ഇല്ലാതെ ഇവൾ തന്നെത്താൻ കമ്പ്യൂട്ടർ ഓൺ ചെയ്തിട്ട് ക്രൈസിസ് വിസയ്ക്ക് ആപ്ലിക്കേറ്റ് ചെയ്യും. ഒരു IELTS പാസ്സാകാതെ ഇവർ ന്യൂസിലൻഡിൽ ചെല്ലും. ഇതാണ് വിഷയം. അതായത് IELTS തോറ്റാണല്ല ഇവർക്ക് പ്രശ്നമായി പോയത്. പക്ഷേ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ തോറ്റാലും പക്ഷെ ദൈവം നിങ്ങളെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിരിക്കും. കൈ ഇടിച്ച് കർത്താൻ സന്തോഷത്തിൽ എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കൈ നെഞ്ചുകൊണ്ട് സ്തുതിക്കേണ്ട സമയമാണ്. അച്ഛന് ഓരോ ഉള്ളംകാലം മുതൽ ഉച്ചവരെയുള്ള ഓരോ രോഗങ്ങളുടെ മേൽ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടാൻ വേണ്ടി, കർത്താവ് നിന്നെ തൊട്ട് സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിവിടെയുള്ളവരും ഓൺലൈനിലുള്ളവരും ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു.
കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിൻ്റെ തിരുമുറിവാർന്ന വലത് കരം മക്കളുടെ ശിരസ് വെക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സന്ധ്യബന്ധങ്ങൾ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ മാംസപേശികളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ രക്തഞരമ്പുകളിൽ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ അസ്ഥിക്കുഴകളിലും അസ്ഥികളിലും അസ്ഥിമജ്ജകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ ആന്തരികമായിട്ടുള്ള ഓരോ വൃക്കകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ ഹൃദയത്തിലും ചങ്കിലും ശ്വാസകോശങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. നിൻ്റെ ആമാശയത്തിലും അതുപോലെ തന്നെ ആന്തരികമായിട്ടുള്ള നിൻ്റെ ഗർഭപാത്രത്തിലും അതുപോലെ തന്നെ എല്ലാവിധ കോശങ്ങളിലും എല്ലാ ഗ്രന്ഥികളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. വാതരോഗങ്ങൾ, മാരക രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, അതുപോലെ തന്നെ അപസ്മാര രോഗങ്ങൾ, ഓട്ടിസം രോഗങ്ങൾ, ന്യൂറോട്ടിക് ട്രബിൾസ്, കർത്താവ് എല്ലാ തരത്തിലും കർത്താവ് ഒരു കാരണവശാലും സൗഖ്യപ്പെടാനാവാത്ത രീതിയിലുള്ള എല്ലാ രോഗങ്ങളും ആൻറ്റി ഓക്സിഡൻ്റ് കുറവ് മൂലം ഉണ്ടാകുന്ന ഇമ്മ്യൂണിൻ രോഗങ്ങൾ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും പ്രതിരോധ ശേഷിയെ ശോഷിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവിധ മാരക രോഗങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഗർഭിണികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഗർഭത്തെ ശിശുക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നവർ എത്രയും വേഗം സുഖം പ്രാപിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വരട്ടെ. ശ്രദ്ധിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ഇൻ്റർവ്യൂ ടെസ്റ്റും പരീക്ഷയും എഴുതി കഴിഞ്ഞവര്, അതിൽ വലിയ ഹോപ്പില്ലെന്ന് തോന്നുന്നവർ, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, സർവീസിൽ നിന്ന് ചില പ്രോബ്ലംസ് കാരണം സസ്പെൻഷൻ കിട്ടിയവർ, ജയിലായിപ്പോയവർ, കോടതി കേസിരിക്കുന്നവർ, പാകോടമ്പടി നടക്കാത്തവർ, വീട്ടിൽ കലക്കമുള്ളവർ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞു പോയവർ, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകൾ വിടുതൽ ലഭിക്കാൻ വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. എല്ലാ തരത്തിലുള്ള പ്രണയബന്ധങ്ങൾ, മോശമായ ജീവിതാവസ്ഥകൾ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ദൈവം നിങ്ങളുടെ ക്ലേശങ്ങളെ ഏറ്റെടുക്കുകയും നിങ്ങളുടെ ഭാരങ്ങളെ ഏറ്റെടുക്കുകയും നിൻ്റെ ബന്ധനങ്ങളെ, നിൻ്റെ നുഖങ്ങളെ തകർത്തെറിയുകയും ചെയ്യട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ നുഖങ്ങളും തച്ചുടക്കപ്പെടട്ടെ. ശ്രുതിക്കട്ടെ. മുട്ടിൽ നിൽക്കുക. ആദരവോടെ കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങളുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളെ കർത്താവിന് പുനഃസമർപ്പണം ചെയ്യുക. ഇനി ഉടമ്പടി പുതുതായിട്ട് വെക്കാൻ പോകുന്നവരെ എന്താണ് ഉടമ്പടി വെക്കാൻ പോകുന്നത്, ആ വിഷയം ഈ സ്വർഗീയമായ നിമിഷത്തിൽ പുതുക്കാൻ പോകുന്നവരും ഉടമ്പടി പുതുതായിട്ട് ചെയ്യാൻ പോകുന്നവരും പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യനാഥന് നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രാർത്ഥനാപൂർവം മൗനമായി ഭക്തിയോടെ സമർപ്പിക്കുക. മുട്ടേ നിൽക്കുക. സമാപനാശീർവാദം. കൈകൾ കൂപ്പി കർത്തൃസന്നിധിയിലായിരുന്നതിൻ്റെ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ അനുഗ്രഹം എൻ്റെ ജീവിതത്തെ എത്രയും വേഗം അടയാളം കാണാൻ വേണ്ടി തലകുനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ ആശീർവാദം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ വാങ്ങിക്കുക. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ, നമ്മളിപ്പോൾ അലട്ടുന്ന ജീവിത വിഷയങ്ങളെല്ലാം ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. പ്രിയമുള്ളവരെ, ഇവിടെ ഇപ്പോഴ് 2-3 അറിയിപ്പുണ്ട്. ഒന്നാമത്തെ അറിയിപ്പ്, നമ്മൾ ഡൊമസ്റ്റിക് ചാപ്പൽ, ഇപ്പോൾ ഒത്തിരി അച്ഛന്മാർ പുറത്തുനിന്നൊക്കെ ഇവിടെ സന്ദർശനത്തിന് ഉടമ്പടി എടുക്കാനൊക്കെ വരും. ഇപ്പം നിങ്ങൾ തന്നെയാണെങ്കിലും ഇന്ന് ഞായറാഴ്ച കുർബാന കൂടാത്തവരുണ്ട്. എൻ്റെ അടുത്ത് ആദ്യ ഉടമ്പടിക്ക് വന്ന ആൾക്കാർ, ആദ്യ ഉടമ്പടിക്ക് വന്നവർ 7 മണിക്ക് കയറത്തില്ലേ, അത് ഞായറാഴ്ച കുർബാന മുടങ്ങരുത് എൻ്റെ പേരിൽ. അപ്പം അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം മുതൽ ഞങ്ങൾ ഡൊമസ്റ്റിക് ചാപ്പൽ, നമ്മുടെ വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു ചാപ്പൽ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ദിവ്യകുർബാന എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് എല്ലാ സമയങ്ങളിലും ആരാധനയ്ക്കുള്ളതാണ്. ഇവിടെ വരുന്ന വ്യക്തികൾക്ക്, വേദനപ്പെട്ട് വരുന്ന വ്യക്തികൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയാണ് ആരാധനാ സെൻറ്റർ തുടങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിനി വരുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇഷ്ടവും താല്പര്യമുള്ളവർ അവിടെ പോയി ഇരുന്ന് മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ ഈശോയുടെ തിരുസന്നിധിയിൽ കൃപാസനത്തിനും ഉടമ്പടി എടുത്ത് എല്ലാവർക്കും വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയും മധ്യസ്ഥ പ്രാർത്ഥന നടത്താനുള്ള അസുലഭമായ അവസരമാണ് ഇതോടുകൂടി വരാൻ പോകുന്നത്. അതിന് ദൈവത്തിന് നന്ദി പറയണം. പിന്നീട് രണ്ടാമത്തത്, നമ്മൾ ഈ അപ്പുറത്ത് ചാരിറ്റി മിഷൻ എന്നും പറഞ്ഞ് ഒരു പുതിയ കെട്ടിടം ചെയ്യുന്നുണ്ട് നമ്മുടെ സ്ഥലത്ത്. അതിൻ്റെ കാര്യത്തിൽ മരിയൻ സോഷ്യൽ സർവീസാണ്. മരിയൻ സോഷ്യൽ സർവീസ്, അതായത് നിങ്ങൾ കൊണ്ടുവരുന്ന വസ്ത്രങ്ങൾ അതെല്ലാം അടുക്കി പെറുക്കി വൃത്തിയായിട്ട് വെച്ചിട്ട് നമ്മൾ ഉടമ്പടി എടുത്തവരുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന പാവപ്പെട്ടവർക്ക് അവരുടെ ആവശ്യപ്രകാരം വിതരണം ചെയ്യാൻ വേണ്ടി ഒരു സർവീസ് സെൻറ്റർ കൂടി, അതിനിപ്പോൾ 3 കെട്ടിടം പണി ഏതാണ്ട് 3/4 ഭാഗമായിട്ടുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ മേഖലകളിലും നമുക്ക് ആൾക്കാരെ സഹായിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അതനുസരിച്ചിട്ട് ദൈവം നമ്മൾ അനുഗ്രഹിക്കും. അത് നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഈ സൽപ്രവൃത്തികൾ കൃപാസനങ്ങളിലും കൂടി ശക്തമായി നടക്കുകയും നിങ്ങളുടെ ജീവിതത്തിലൊക്കെ നടന്നു വരുമ്പോൾ ദൈവം മഹത്വപ്പെട്ടിട്ട് അടയാളങ്ങൾ വല്ലാത്തടയാണ്. കാരണം ഇന്നത്തെ മനുഷ്യന് ഇതൊരു അഭയസ്ഥാനമാണ്. അതിജീവനത്തിൻ്റെ അവസാനത്തെ ഒരു അത്താണി പോലെ പ്രവർത്തിക്കണം. അപ്പോൾ ഇവിടെ പുതിയ പുതിയ മധ്യസ്ഥ പ്രാർത്ഥന ശക്തി പ്രാപിക്കുകയും, ഞാൻ എന്തിനാ ഇപ്പോൾ ഇത് നിങ്ങളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കൂട്ടത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന കൃപയുള്ളവരുണ്ട്. അവർ ഞങ്ങളെ ഓഫീസുമായിട്ട് ബന്ധപ്പെടണം. അതായത് ചില ആൾക്കാർക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ബലം അഭിഷേകമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ദൈവം കൊടുത്തിരിക്കുന്ന വരത്തിനൊന്നാണ് അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന. അങ്ങനെയുള്ള ഒരു 5 പേരുണ്ടെങ്കിൽ ആപ്പടെ വിഷയം മാറും. ഇതാണ് വിഷയം. അതായത് നിങ്ങൾ പോയി, ചില ആൾക്കാർക്ക് ഒരു മധ്യസ്ഥ പ്രാർത്ഥന വരവുണ്ടാകത്തില്ല. അവരവിടെ പോയിരുന്ന വെച്ചും ഭർത്താവിൻ്റെ കള്ളുകുടി മാറണമേ, മകൻ തെറ്റായ പ്രണയബന്ധത്തിൽ മാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലബലാതി തരമൊക്കെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകും. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥന സഭയുടെ ആത്മാക്കളുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രേക്ഷിത രംഗങ്ങളിലും, അതെവിടെയായാലും, ഏതെല്ലാം ധ്യാനകേന്ദ്രങ്ങളിലായാലും, ഇടവകളിലായിരിക്കും, മിഷൻ പ്രദേശത്തായാലും, നമ്മളെ പീഡിപ്പിക്കുകയും ചതിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ആഫ്രിക്കൻ വനാന്തരങ്ങളിലായാലും അവിടെ എല്ലാം ദൈവത്തിൻ്റെ ശക്തി വരാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും സഭയ്ക്ക് ചൈനയുടെയും ഏഷ്യയുടെയൊക്കെ വാതിലുകൾ തുറന്നു കിട്ടാൻ വേണ്ടി ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകരാകാൻ അഭിഷേകം മേടിച്ചവരാണ് മധ്യസ്ഥ പ്രാർത്ഥനക്കാർ.
ആ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെയാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള വരപ്രസാദമുള്ളവർ നമ്മുടെ ഓഫീസുമായിട്ട് ഞാൻ തരുന്ന നമ്പരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു 10-100 പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 5 പേരെ വെച്ച് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും എല്ലാ ദിവസവും വരേണ്ട ആവശ്യമില്ലല്ലോ, ഒരു മാസത്തിൽ 1 വന്നാൽ മതി. 82 81 29 75 11 നമ്പറിലാണ്. അത് വാട്സപ്പ് നമ്പറാണ്. അതായത് 82 81 29 15 75 11 82 81 29 75 11 ഇത് വാട്സപ്പ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങളുടെ റിക്വസ്റ്റ് അയക്കണം. എനിക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരമുണ്ട്. അപ്പം ഇവിടെ കൗൺസിലിംഗ് വരുന്ന ഒരു ചേട്ടൻ പറഞ്ഞു, ഞാൻ മൈക്കമ്പറപ്പച്ചൻ്റെ കൂടെയും പനക്കലച്ചൻ്റെ കൂടെയും അതുപോലെ തന്നെ ഡിവൈനിലുള്ള എല്ലാ അച്ഛന്മാരുടെയും കൂടെ വിദേശത്തും സ്വദേശത്തും സുവിശേഷ വേല ചെയ്തിട്ട് 35 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ സർട്ടിഫിക്കറ്റ് നോക്കിയപ്പോൾ കറക്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഉടനെ അവരെ കൗൺസിലിംഗ് ഇരുത്തി. അത് നിങ്ങളുടെ ശുശ്രൂഷ ചെയ്യാൻ നിങ്ങൾക്കിപ്പോൾ അവസരമില്ലെങ്കിൽ, നിങ്ങൾ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അവസരം നമുക്കൊരു ദൈവത്തിൻ്റെ പരിപാലന പോലെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് എനിക്ക് അപേക്ഷ. ഇവിടെ ഈ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടാകും. അത് ഓർക്കുന്ന ഫസ്റ്റ് ബാച്ച് 7 മണിക്കാണ്. അച്ഛൻ ആൾക്കാരെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ എമർജൻസിക്കാരാണ് വരുന്നതെങ്കിൽ നിങ്ങൾ രേഖ കൊണ്ടുവരണം. നിങ്ങളുടെ ഓഫീസിൽ 400 പേരിൽ നിൽക്കണത് കാണാൻ വേണ്ടി. അതിൽ നമുക്ക് എന്തുമാത്രം ആൾക്കാരെ കാണാൻ പറ്റും ഒരു ദിവസം? അപ്പോൾ 280 പേരെയൊക്കെ കാണാതെ വിടുന്നുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ അവരുടെ കാര്യങ്ങൾ നിസ്സാരമാണ്, അവർക്ക് രേഖയുമില്ല. രേഖ ഉണ്ട്, കാര്യം സീരിയസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കും. പിന്നെ പരീക്ഷക്കാർ എല്ലാ ദിവസവും പരീക്ഷക്കാർക്ക് പ്രാർത്ഥനയുണ്ട്. പ്രൊഫഷണൽ പരീക്ഷക്കാർക്ക് എല്ലാ ദിവസവും പ്രാർത്ഥനയുണ്ട്. അവർക്കും ഇതുപോലെ ഉടമ്പടി അപേക്ഷിക്കുന്നത് അവർ സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കണമെന്നല്ല. അമ്മ പിന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അമ്മയുടെ ഉടമ്പടി ഷെയർ ചെയ്താലും മതി. ഇപ്പം ചില ആൾക്കാർ അമ്മയെക്കൊണ്ട് ഉടമ്പടി എടുപ്പിക്കും, പക്ഷെ അവരൊന്നും ചെയ്യത്തില്ല, അത് വർക്ക് ചെയ്യത്തില്ല. മറിച്ച് നിങ്ങൾ അമ്മയുടെ ഉടമ്പടിയിലാണ് മകൾ വന്ന് പരീക്ഷയ്ക്ക് ഹോൾ ടിക്കറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ, മകൻ വരുന്നത് കാണിക്കുന്നുണ്ടെങ്കിൽ അമ്മയോട് ചോദിക്കണം, അമ്മ എന്തെല്ലാം കാര്യമാണ് ദൈവത്തോട് അമ്മ ചെയ്യാമെന്ന് പറഞ്ഞത്, അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുക്കണം. മനസ്സിലായില്ല? അതാണ് സത്യസന്ധത. നിങ്ങളെ മറ്റേ കള്ളത്തരം കൊണ്ട് ഇത് വർക്ക് ചെയ്യത്തില്ല. ശ്രദ്ധിക്കണം. അമ്മയ്ക്കൊരു പ്രാർത്ഥനാ മുറി, എൻ്റെ സ്വന്തം മുറി. നമ്മൾ മുറി പണിതുകൊണ്ടിരിക്കുന്നു. ആർക്കെങ്കിലും, അതായത് തീർത്ഥാടകരായിട്ട് ഇവിടെ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ മുറിക്ക് ലഭ്യമാണ്. അതിന് കട്ടടത്തിൻ്റെ പണി കഴിയുമ്പോൾ അപ്പോൾ അവർ 94 47 69 68 15 വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക. അതിൻ്റേതായുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. മിഷണറീസ് ഓഫ് മരീൻ അപ്പാരിഷൻസ്, കർത്താവ് മാതാവിൻ്റെ ശുശ്രൂഷ പ്രേക്ഷിതരായി നിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഓഫീസുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. 82 81 29 75 11 റഫറൻസ് നമ്പർ. 2 ചൊവ്വാഴ്ചകൾ തമിഴ് ഉടമ്പടിയുണ്ട്. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ചാരിറ്റി മിഷനുണ്ട്. അത് ആഗ്രഹിക്കുന്നവർ കൃത്യം 2 മണിക്ക് സ്പെഷ്യൽ വേലയായിട്ട് വരാവുന്നതാണ്. അപ്പോൾ കൃപാസനത്തിൽ നിന്ന് പറഞ്ഞ് സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. ഒരു പ്രശ്നം, ഒരു സംഭവം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൃപാസനം ഓഫീസിൽ വരുമ്പോൾ തന്നെ ഒരു മനുഷ്യൻ രസീതില്ലാതെ ചീട്ട് പൈസ കൊടുക്കരുത്. ഇതെല്ലാം അക്കൗണ്ടബിളാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും അപ്പോൾ 2-3 മിസ്റ്റേക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയാൻ കാര്യം, അതായത് നിങ്ങൾ കൊടുത്ത തീർച്ചയായിട്ടും ആ ഫൈനാൻസ് സെക്രട്ടറി നിങ്ങൾക്ക് രസീത് തരേണ്ടതാണ്. അപ്പോൾ രസീത് ചോദിച്ച് മേടിക്കണം, അല്ലെങ്കിൽ സംഭാവന കൊടുക്കരുത്. ഇപ്പോൾ കണ്ട കാര്യമില്ല. എന്തിനാണ് നമുക്ക് ആധികാരികമായിട്ട് കണക്കില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ കൊടുക്കേണ്ട സ്ഥലമല്ല ഇത്. ഇവിടെ എല്ലാം ചിട്ടയായിട്ട് ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഉത്തരവാദിത്തോടെ പോകണം, അല്ലെങ്കിൽ നമ്മുടെ കൃപ തന്നെ നഷ്ടപ്പെട്ടു പോകും. ലോകത്തിൽ എവിടെ ഇരുന്നും പരിശുദ്ധമയുടെ മുമ്പിൽ തിരിതെളിച്ച് നിയോഗങ്ങൾ സമർപ്പിക്കാൻ www.kribasanamarianashrine.com